Morning. Good morning, ma'am. Good morning, miss. Good morning, miss. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണല്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ചാപ്റ്റർ ഏതാണ്? മോർച്ചറി സർവീസ്. വായിച്ചിട്ടുണ്ട്. പിന്നെ ടൈമൊന്നുമില്ല, എക്സാം ഇപ്പൊ വരും കേട്ടോ. അതുകൊണ്ടാണ് മിസ് എപ്പോഴെപ്പോഴും പറയുന്നത് പഠിക്കുന്നുള്ളത്. ഓക്കെ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഏതാണ്? മോർച്ചറി സർവീസ് ആയിരുന്നു. അതില് ഫങ്ഷണൽ ഏരിയയിലെ എന്താണ്? സ്റ്റോറേജ് ചേംബർ അല്ലേ എടുത്തത്? അതിനകത്ത് പോസിറ്റീവ് ടെമ്പറേച്ചറും അതുപോലെ നെഗറ്റീവ് ടെമ്പറേച്ചറും പറഞ്ഞു അല്ലെ? എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല്? ഡിഫറൻസ് പറഞ്ഞാണ് പഠിപ്പിച്ചില്ലേ മിസ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഒരാള് ഒന്ന് പറയോ? Yes, miss. പറഞ്ഞോളൂ. പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ഈ ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. യൂഷ്വലി സെവറൽ വീക്സ്, കുറച്ച് ആഴ്ചത്തേക്ക് ബോഡി ഡീകേ ഒന്നും സംഭവിക്കാണ്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഡീകേ സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ. നെഗറ്റീവ് ടെമ്പറേച്ചർ ആണെങ്കിൽ -15 ഡിഗ്രി ടു 25 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ബോഡി കീപ്പ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് മൈനസ് ഉണ്ട്, രണ്ടിലും മൈനസ് ഉണ്ട് കേട്ടോ. -15 ഡിഗ്രി ടു -25 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സൂക്ഷിക്കുന്നത്. മെയിൻ ആയിട്ട് ബോഡി കീപ്പ് ചെയ്യുന്നത് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ആയിരിക്കും. ഇങ്ങനെ തിരിച്ചറിയുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി ആയിരിക്കും ബോഡി കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഇത് ഭയങ്കര ഫ്രീസ് ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ മരവിച്ചായിരിക്കും ഇരിക്കുന്നത്. ടോട്ടലി ഈ ഡീകേ സംഭവിക്കുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറെ നാളത്തേക്ക് നമുക്ക് ബോഡീസ് ഇങ്ങനെ വെക്കാം അല്ലെ? സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത്ര വരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? നെക്സ്റ്റ് എടുക്കാം നമുക്ക് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഫങ്ഷണൽ ഏരിയയിലെ അടുത്ത പോയിന്റ് ആണ് പോസ്റ്റ്മോർട്ടം റൂം. പോസ്റ്റ്മോർട്ടം റൂമിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം എന്താണ് നമുക്ക്. ദ പോസ്റ്റ്മോർട്ടം റൂം ഈസ് ട്രീറ്റഡ് ആസ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ in all technically. The major difference between mortuary and OT എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ. Is that in OT almost care is required to avoid outside infection that enters inside, and in mortuary is needed to make sure that inside infection does not spread out. എന്താ പറയുന്നത്? പോസ്റ്റ്മോർട്ടം റൂമിൽ എന്താണ്? പോസ്റ്റ്മോർട്ടം റൂമും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലും ടെക്നിക്കലി പറഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ നടക്കുന്നത് ഒന്ന് തന്നെയല്ലേ? അങ്ങനെയല്ലേ? എന്താണ് പോസ്റ്റ്മോർട്ടം അല്ലെ? പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ്? ബോഡീസ് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അല്ലെ? അതുപോലെ എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ ആണെങ്കിൽ എന്താണ്? ബോഡീസ് കീറിയിട്ട് സർജറി നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ടെക്നിക്കലി പറഞ്ഞാൽ അതിന്റെ പ്രോസസ് അല്ലെങ്കിൽ പ്രൊസീജിയർ നടക്കുന്നത് രണ്ടിന്റെയും, പോസ്റ്റ്മോർട്ടത്തിന്റെയും റൂമിന്റെയും അതുപോലെ തന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലും നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ. എന്താണെന്ന് അടുത്തത് പറയുന്നുണ്ട്. എന്താണ്? പോസ്റ്റ്മോർട്ടം റൂമിൽ എന്താണ്? ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഡീകേ ചെയ്യാൻ വെക്കുമല്ലോ. അപ്പൊ എന്താണ്? ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട് അല്ലെ? അഴുകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്താണ്? അണുക്കള് പുറത്തു പോകാതെ നോക്കണം. പോസ്റ്റ്മോർട്ടം റൂമിൽ എങ്ങനെയാണ്? മറ്റു ബോഡിയിൽ നിന്ന് അണുക്കള് പുറത്തേക്ക് കടക്കാതെ ശ്രദ്ധിക്കണം. അതുപോലെ എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ എന്താണ്? സർജറി ആണല്ലേ ചെയ്യുന്നത്. അപ്പോ ആ സർജറി ചെയ്യുന്ന ആളുടെ ബോഡിയിലോട്ട് പുറത്തു നിന്ന് അണുക്കള് അയാളുടെ ബോഡിയിലോട്ട് കടക്കാതെ നോക്കണം. അപ്പൊ രണ്ട് വ്യത്യാസം, ഈ വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ.
കറക്റ്റ് ആയോ? ക്ലിയർ ആയോ പറഞ്ഞത്? പോസ്റ്റ്മോർട്ടം റൂമിൽ എന്താണ് ബോഡീസ് ക്ഷയിക്കാൻ തുടങ്ങും. അപ്പൊ എന്താണ് കുറെ അധികം അണുക്കൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അയാളുടെ ആ ബോഡിയിൽ നിന്ന് അണുക്കൾ പുറത്തേക്ക് കടക്കാതെ നോക്കണം പോസ്റ്റ്മോർട്ടം റൂമില്. സർജറി എന്താണ് ഓപ്പറേഷൻ റൂമിൽ എന്താണ് സർജറി കഴിഞ്ഞ ആളുടെ ബോഡിയിലേക്ക് പുറത്തു നിന്ന് ഇൻഫെക്ഷൻ ആവാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? പോസ്റ്റ്മോർട്ടം റൂമിൽ എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ്മോർട്ടം റൂമിന്റെയും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിന്റെയും എന്താണ് പ്രൊസീജിയർ നടക്കുന്നത് ടെക്നിക്കലി പറഞ്ഞാല് സെയിം ആണ്. പിന്നെ ഒരു ഡിഫറൻസ് മാത്രം പറയുന്നുള്ളൂ. എന്താ പറയുന്നത്? പോസ്റ്റ്മോർട്ടം റൂമിൽ എന്താണ് അയാളുടെ ആ ഡെഡ് ബോഡിയുടെ ശരീരത്തിൽ നിന്ന് അണുക്കൾ പുറത്ത് കടക്കാതെ നോക്കണം. അതുപോലെ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ എന്താണ് സർജറി ചെയ്യുന്ന ആളുടെ ബോഡിയിലേക്ക് പുറത്തു നിന്ന് അണുക്കള് കടക്കാതെ അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ആവാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ലിയർ ആയോ? ഇനി എന്താ പറയുന്നത്? 7th പോയിന്റ് എന്താണ്? ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിങ്. ഒരു ഓഫീസ് റൂം വേണം അല്ലെ. അവിടെ എന്താണ് മോർച്ചറിയിൽ ഒരു ഓഫീസ് റൂം വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനും അതിന്റെ പ്രോസസ്സിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം വേണം. ഇനി എന്താണ്? ഡോക്ടേഴ്സ് റൂം. അതറിയാലോ, ഡോക്ടേഴ്സ് റൂം ഉണ്ടാകും. അതുപോലെ എന്താണ്? സ്റ്റോർ റൂം എന്താണ്? എന്തൊക്കെയാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റോർ റൂമില് എന്തായിരിക്കും സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്യുന്നത്? ഇൻസ്ട്രുമെന്റ്സ്. വെരി ഗുഡ്. ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പ്രത്യേകം ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യമുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ എക്യുപ്മെന്റ്സ് ആയാലും ഇൻസ്ട്രുമെന്റ്സും എന്ത് ചെയ്യണം? സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറും ആവശ്യമാണ്. നെക്സ്റ്റ് എന്താണ്? റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അറ്റൻഡൻസ്. എന്താണ് ഇവർക്ക് അല്ലെ ടെക്നീഷ്യൻസിനും അറ്റൻഡൻസിനും വേണ്ടിയിട്ട് ഒരു റൂം വേണം. പിന്നെന്താണ്? ചേഞ്ചിങ് റൂംസ്. എന്താണ് ചേഞ്ചിങ് റൂംസ് എന്ന് പറഞ്ഞാല്? ചേഞ്ചിങ് റൂംസ് എന്തായിരിക്കാം? ചേഞ്ചിങ് റൂംസ് വെരി ഗുഡ്. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഡ്രസ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് റൂം വേണം. അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ണാണ് ടോയ്ലറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത്. 12 കാര്യങ്ങളുണ്ട് കേട്ടോ. മറക്കാതെ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ് ഓരോ കാര്യങ്ങളും. ക്ലിയർ ആണോ? ഫങ്ഷണൽ ഏരിയ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് മോർച്ചറീസ്. 3 ടൈപ്പിലുള്ള മോർച്ചറീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വെയിറ്റിംഗ് മോർച്ചറി ഉണ്ട്, ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ട്, പ്രൈവറ്റ് മോർച്ചറി ഉണ്ട്. 3 കാര്യങ്ങളുടെയും വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഫസ്റ്റ് എന്താണ്? വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞു, മരണമടഞ്ഞ ഒരാളുടെ ഡെഡ് ബോഡീസ് അയാൾ മരിച്ചോ ഇല്ലയോ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോസസ്സിന് വേണ്ടി ഡെഡ് ബോഡീസ് കിടത്തുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന മോർച്ചറിനെയാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഇപ്പോ എന്താണ് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ ആയിട്ടുള്ള അയാൾ മരിച്ചിട്ട് അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മോർച്ചറിയിൽ വെയിറ്റിംഗ് മോർച്ചറിയിൽ കൊണ്ടുപോയി അയാളുടെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അയാളെ ശരിക്കും മരിച്ചോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ജീവന്റെ തുടിപ്പുകളുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കുന്നു. അതിന് യൂസ് ചെയ്യുന്നതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇപ്പോ മോഡേൺ പീരീഡ് ആയപ്പോഴേക്കും എന്താണ് കുറെ മോഡേൺ ടെക്നിക്സുകൾ വരാൻ തുടങ്ങി. കറക്റ്റ് ആയിട്ട് അയാൾ മരിച്ചതാണോ ഇല്ലയോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറെ ടെക്നിക്സ് ഉണ്ട്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? ആളുകൾക്ക് ഭയങ്കര ഭയമായിരുന്നു. ജീവനോടെ കുഴിച്ചു മൂടോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ഭയങ്കര ഭയത്തോടെയാണ് അവർ നോക്കിക്കണ്ടിരുന്നത്. അപ്പം ആളുകൾക്ക് ഭയമായിരുന്നു, ജീവനോടെയാണോ ആളുകളെ കുഴിച്ചിടുന്നത് എന്നൊക്കെ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളെ വെക്കും. ഈ ഡെഡ് ബോഡി മരിച്ച് ഇപ്പൊ കുറച്ച് നേരമായി മരിച്ചു കഴിഞ്ഞ ആളെ ഒന്ന് എന്താണ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ അവർ നിയമിക്കുമായിരുന്നു. അയാളെ പറയുന്നതാണ് അറ്റൻഡൻസ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ ഇപ്പൊ മരിച്ചു കഴിഞ്ഞ ആളുടെ ശരീരത്തിൽ ജീവനുണ്ടോ, കയ്യോ കാലോ അനക്കുന്നുണ്ടോ എന്നൊക്കെ അയാൾ ഒബ്സർവ് ചെയ്യും. അങ്ങനെയാണ് അയാൾ ശരിക്കും മരിച്ചോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാല് എന്താണ് ഇപ്പൊ ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ അത് അഴുകാനായിട്ട് തുടങ്ങും അല്ലെ, ഡീകമ്പോസിഷൻ ആവാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താണ് ശരീരത്തിൽ നിന്ന് ആ ബോഡിയിൽ നിന്ന് ചില സ്മെല്ലുകൾ വരും. അങ്ങനെ നമുക്ക് അയാൾ മരിച്ചു എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്
സാധിക്കുന്നുണ്ട്. അപ്പൊ ഇക്കാര്യങ്ങളാണ് വെയിറ്റിംഗ് മോർച്ചറിയിലൂടെ പറയുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. A waiting mortuary is a mortuary building planned specifically for the purpose affirming that deceased person are truly dead. എന്താ പറയുന്നത്? വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് മോർച്ചറി ബിൽഡിംഗ് ആണ് അല്ലെ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാള് മരിച്ചോ ഇല്ലയോ എന്ന് കറക്റ്റ് ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മരണമടഞ്ഞ പേഴ്സൺ അല്ലെങ്കിൽ മരണമടഞ്ഞ ആളുകളെയാണ് ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത്. എഫേമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫേമിംഗ് സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. അപ്പൊ എന്താണ്? മരണമടഞ്ഞ ആളുകൾ ഇപ്പൊ കുറച്ച് സമയം ഒക്കെ ആയിട്ടുള്ളൂ അദ്ദേഹം മരിച്ചതെങ്കിൽ ആൾ ശരിക്കും മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് കൺഫേം. അപ്പോ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിൽഡിംഗിൽ അല്ലെ മോർച്ചറി ബിൽഡിംഗിൽ ആ ബോഡി സൂക്ഷിച്ചു വെക്കുന്നത്. പിന്നെന്താ പറയുന്നത്? ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ് ഓഫ് വെരിഫൈങ് ഡെത്ത് പീപ്പിൾ feared that they would be burial എന്നാക്കണം കേട്ടാ. burial BURIAL എന്നാക്കണേ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. BURIAL burial. ലൈവ് എന്താ പറയുന്നത്? മോഡേൺ ടെക്നിക്സ് അല്ലെ. ഇപ്പോഴെന്താണ്? മോഡേൺ പീരീഡ് ആയപ്പോഴേക്കും കുറെ അധികം മോഡേൺ മെത്തേഡ്സ് വന്നു. എന്തിനു വേണ്ടിയിട്ട്? പീപ്പിള് അല്ലെ മരണമടഞ്ഞ ആളുകൾ മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം മോഡേൺ മെത്തേഡ്സ് വന്നു കഴിഞ്ഞു. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? പേടിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. ടു ലെസൺ സച്ച് ഫിയേഴ്സ് ദ ലേറ്റ്ലി ഡിസീസ്ഡ് were housed for a time in waiting mortuaries where attendants would watch for the sign of life. എന്താ പറഞ്ഞത്? പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് പേടിയായിരുന്നു അല്ലെ. ജീവനോടെയാണോ മരണമടഞ്ഞ ആളുകളെ ചിലപ്പോൾ ജീവനുണ്ടെങ്കിൽ ജീവനോടെ കുഴിച്ചുമൂടോ അല്ലെങ്കിൽ എന്താണ് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യോ എന്നൊക്കെ ആളുകൾക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയാണ് നിയമിക്കുന്നത്? അറ്റൻഡൻസ് എന്ന് പറയുന്ന ആളുകളെ അവിടെ നിയമിക്കും അല്ലെ. അപ്പോ അവിടെ ആ ബോഡി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമിച്ചിരിക്കുന്ന ആളുകളെയാണ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അറ്റൻഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റൻഡന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ബോഡീസ് നിരീക്ഷിക്കുന്നുണ്ട്. അയാളുടെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകളുണ്ടോ അല്ലെങ്കിൽ കയ്യോ കാലോ ഒക്കെ അനക്കുന്നുണ്ടോ എന്നൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ലാസ്റ്റ് പോയിന്റ് നോക്കാം. ദ കോപ്സ് എന്താണ്? കോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൃതശരീരം would be allowed to decompose partially prior to burial. എന്താ പറയുന്നത്? അവിടെയല്ലേ ഈ ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ എന്താണ് മൃതശരീരങ്ങള് കുറച്ചു നേരം ആ മോർച്ചറിയിൽ കിടത്തുമ്പോൾ എന്താണ് ഡീകമ്പോസിഷൻ ആയി തുടങ്ങും അല്ലെ. അപ്പൊ എന്താണ് ചെറിയ ചെറിയ സ്മെല്ലുകളൊക്കെ വന്നു തുടങ്ങും. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ത് ഇയാള് മരിച്ചു കഴിഞ്ഞു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റും. അപ്പോ ഇത്രയും 4 കാര്യങ്ങളാണ് വെയിറ്റിംഗ് മോർച്ചറിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് ശരിക്കും മരിച്ചോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോർച്ചറി ബിൽഡിങ്ങിൽ അയാളുടെ മൃതദേഹം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനെയാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് ഭയമായിരുന്നു. ജീവനോടെയൊക്കെ കുഴിച്ചുമൂടോ എന്ന് ആളുകൾക്ക് ഭയമായിരുന്നു. ഇപ്പൊ എന്താണ്? മോഡേൺ ടെക്നിക്സ്, പല മോഡേൺ മെത്തേഡുകൾ വന്നു. ആളുകൾ മരണം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് പല മോഡേൺ ടെക്നിക്സുകളും വന്നു അല്ലെങ്കിൽ മെത്തേഡുകളും ഉണ്ട്. പിന്നെന്താണ്? പണ്ട് കാലത്ത് എന്താണ് ആ ഡെഡ് ബോഡി മരിച്ചു കഴിഞ്ഞ ആളുടെ ഡെഡ് ബോഡീസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നിയമിക്കുമായിരുന്നു. അയാളുടെ പേരാണ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. ആളെന്ത് ചെയ്യുന്നുണ്ട്? ഡെഡ് ബോഡീസിൽ എന്തെങ്കിലും കയ്യോ കാലോ അനക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇപ്പോ മരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്?
ഡീകമ്പോസിഷൻ നടക്കും അല്ലെ, അവിടെ ഡീകമ്പോസിഷൻ ഷെയ്ക്കും, ബോഡി ഷെയ്ക്കുമ്പോ എന്താണ് ചില സ്മെല്ലുകളൊക്കെ വന്നു തുടങ്ങും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആള് മരിച്ചു എന്നുള്ളത്. ക്ലിയർ ആയോ? വെയിറ്റിംഗ് മോർച്ചറി, 3 മോർച്ചറീസും ഓരോരോ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കേട്ടോ. ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ, മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. ക്ലിയർ ആയോ? വെയിറ്റിംഗ് മോർച്ചറി എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് മോർച്ചറിയിലോട്ട് പോവാട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറി. A hospital mortuary is situated within a hospital, a care center, a hospice or a retirement home. എന്താണ് ഹോസ്പൈസ് എന്ന് പറഞ്ഞാല്? ഹോസ്പൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഹോസ്പൈസ്. പുനരധിവാസ സേവനങ്ങൾ. ഓക്കെ, ലോങ് സ്റ്റേ, പുനരധിവാസ സേവനങ്ങൾ എന്ന് പറയും കേട്ടോ. അപ്പൊ എന്താണ് ഈ ഹോസ്പിറ്റൽ, അതുപോലെ കെയർ സെന്റേഴ്സ്, പിന്നെന്താണ് ഹോസ്പൈസ് ഒരു റിട്ടയർമെന്റ് ഹോം ഒക്കെ എന്താണ് ഈ ഹോസ്പിറ്റൽ മോർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ് എംപ്ലോയീസ് സാലറി പേഴ്സണൽ called mortuary disinfection service agent or morticians. അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഹോസ്പിറ്റൽ മോർച്ചറിയില് എന്താണ് സാലറീഡ് പേഴ്സണൽസിനെ പറയുന്ന പേരെന്താണ്? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് മോർട്ടീഷ്യൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേരായിട്ട് പറയുന്നത്. എന്താണ് സാലറിഡ് പേഴ്സണൽസിനെ എന്ത് പറയുന്നുണ്ട്? 2 തരത്തില് പേര് പറയുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് പേര് എന്താണ്? മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്നും, അല്ലെങ്കിൽ എന്താണ് മോർട്ടീഷ്യൻസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആണ്ടിൽ വരയ്ക്കാം. ഹോസ്പിറ്റൽ മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ്. A hospital mortuary may be delegated as an autopsy site for forensic purpose. എന്ന് പറയുന്നത് ഡെലഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലഗേറ്റഡ് ചുമതലപ്പെടുത്തുക. അപ്പൊ എന്താണ് ഓട്ടോപ്സി പർപ്പസിന് അല്ലെ, ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് ആരെ? ഹോസ്പിറ്റൽ മോർച്ചറിയെ അല്ലെ. ഓട്ടോപ്സി അല്ലെ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ചുമതല റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറിക്ക്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റൽസ്, കെയർ സെന്റേഴ്സ്, പിന്നെന്താണ് ഹോസ്പൈസ് അല്ലെ, റിട്ടയർമെന്റ് ഹോം എന്നും കൂടി പറയുന്നുണ്ട് ഹോസ്പൈസിന്. അപ്പൊ ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? സാലറിഡ് പേഴ്സണൽസ് ഉണ്ടല്ലേ അവിടെ, അവരെ പറയുന്ന പേരെന്താണ്? മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്നും, അതുപോലെ എന്താണ് മറ്റൊരു പേരെന്താണ്? മോർട്ടീഷ്യൻസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ്. പിന്നെന്താ പറയുന്നത്? ഓട്ടോപ്സി അല്ലെ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറൻസിക് പർപ്പസിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? ഹോസ്പിറ്റൽ മോർച്ചറിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു സെന്റൻസും കൂടി ഉണ്ട് കേട്ടോ, അത് നോക്കാം നമുക്ക്. ഇൻ റൂറൽ ഏരിയ where there are no burial facilities nearby, a hospital mortuary may receive the body of an individual who died outside its own vicinity for a fee. എന്താ പറയുന്നത്? റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂറൽ ഏരിയാസ്
വില്ലേജ് ഏരിയ അല്ലെ, ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പൊ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അവിടെ അടുത്ത് അല്ലെ, നിയർ ബൈ എന്ന് പറഞ്ഞാല് അടുത്തൊക്കെ എന്താണ് അടക്കം ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം ആ ഡെഡ് ബോഡീസ്? ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യാം. അവിടെ എന്താണ് ബ്യൂറിയൽ ഫെസിലിറ്റീസ് അല്ലെ, അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ആ വീട്ടുകാർക്ക് ലഭിക്കുന്നത് വരെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡീസ് റിസീവ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അവരെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആ ഹോസ്പിറ്റൽ മോർച്ചറീസ് എന്ത് സ്വീകരിക്കുന്നുണ്ട്? ചെറിയൊരു ഫീ അല്ലെ, ചെറിയൊരു ഫീ കൊടുത്തിട്ടാണ് അവര് എന്താ ചെയ്യുന്നത്? സ്വീകരിച്ചിട്ടാണ് ഡെഡ് ബോഡീസ് സ്വീകരിക്കുന്നത്. ചെറിയൊരു ഫീ ആ വീട്ടുകാർ കൊടുക്കേണ്ടതുണ്ട്. ക്ലിയർ ആയോ അത് പറഞ്ഞത്? എന്താ പറഞ്ഞത്? റൂറൽ ഏരിയാസിൽ അല്ലെ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എന്താണ് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത് അടക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ആ ഫെസിലിറ്റീസ് ലഭിക്കുന്നത് വരെ ഹോസ്പിറ്റൽ മോർച്ചറി കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡി സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽ മോർച്ചറീസ് ഒരു ചെറിയൊരു ഫീ അല്ലെ, ഫീ എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ടൈംസ് ഒന്നും കൂടി പറഞ്ഞു തരാം. പറഞ്ഞു തന്നെ. വിസിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസരം, ആ പ്ലേസ് ലഭിക്കുന്നത് വരെ എന്താണ് നമുക്ക് ഇവിടെ സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് കേട്ടോ. ഒന്നും കൂടി പറയണോ? പറഞ്ഞു തരാം കേട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റൽസ്, കെയർ സെന്റേഴ്സ്, ഹോസ്പൈസ് പുനരധിവാസ സേവനങ്ങൾ അല്ലെ, സെന്റേഴ്സ്, അതുപോലെ എന്താണ് റിട്ടയർമെന്റ് ഹോം, ഇവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി സാലറിഡ് പേഴ്സണൽസിനെ രണ്ട് തരത്തിലുള്ള പേര് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്നും അല്ലെങ്കിൽ എന്താ പറയാ മോർട്ടീഷ്യൻ എന്നും പറയുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽ മോർച്ചറി ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ്. പിന്നെന്താ എന്തെന്നാ പറയുന്നത്? നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. എ ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലഗേറ്റഡ്. ഡെലഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമതലപ്പെടുത്തുക. ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. എന്താണ് ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ? പോസ്റ്റ്മോർട്ടം അല്ലെ, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഫോറൻസിക് പർപ്പസിന് അല്ലെ, പോസ്റ്റ്മോർട്ടം ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആരെയാണ്? ഹോസ്പിറ്റൽ മോർച്ചറീസിനെയാണ്. ഇനി നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങളില് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാല് അയാളെ അടക്കം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ വീട്ടുകാർക്ക് ആ അടക്കം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ലഭിക്കുന്നത് വരെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കാം. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കയ്യിൽ നിന്ന് അല്ലെ, ആ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ചെറിയ തരത്തിലുള്ള ഒരു ഫീയും വാങ്ങിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി പറയണോ? ഓക്കെ ആണോ? ഓക്കെ, വായിച്ചിട്ടോ, വായിച്ചു നോക്കേ. വിസിനിറ്റി എന്ന് പറഞ്ഞത് പരിസരം, പ്ലേസ്. കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കമന്റ് നോക്കി എഴുതിയെടുത്ത് കേട്ടോ.
ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, റൂറൽ ഏരിയാസില് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാല് ആ വീട്ടുകാർക്ക് അടക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും? ബോഡി ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് ബോഡീസ് സ്റ്റോർ ചെയ്യാം. അതിനുവേണ്ടി ആ വീട്ടുകാർ ചെറിയൊരു ഫീയും കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽ മോർച്ചറിക്ക്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇനി എന്താ പറയുന്നത്, തേർഡ് വൺ ആണ് പ്രൈവറ്റ് മോർച്ചറി. പ്രൈവറ്റ് മോർച്ചറി അല്ലെ, നമ്മൾ എന്താണ് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ വീട്ടുകാര് പുറം രാജ്യങ്ങളിലാണ്. അപ്പൊ ഒരു വ്യക്തി എന്താണ് വീട്ടിൽ കിടന്നൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോഡീസ് എന്ത് ചെയ്യുന്നത്, അവര് വരാനായിട്ട് ചിലപ്പോ ഒരാഴ്ച 2 ആഴ്ച പിടിക്കാല്ലേ അവര് വരാനായിട്ട്, പുറം രാജ്യത്തൊക്കെ ആണെങ്കിൽ. അപ്പൊ ആ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് പ്രൈവറ്റ് മോർച്ചറിയിലാണ്. ക്ലിയർ ആയോ? പ്രൈവറ്റ് മോർച്ചറി കൺസെപ്റ്റ് മനസ്സിലായോ? ഒരു വ്യക്തി ഇപ്പോ വീട്ടിൽ കിടന്നല്ലേ, ചിലപ്പോ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും, അപ്പനമ്മയൊക്കെ ആയിരിക്കുന്നുണ്ടായിരിക്കുന്നത്. മക്കളൊക്കെ എന്താണ് പുറം രാജ്യത്തൊക്കെ ആണെങ്കിൽ അവിടെ വീട്ടിലുള്ളവര് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു അല്ലെ. ചിലപ്പോ ഒരാഴ്ച വെയിറ്റ് ചെയ്യാം, ചിലപ്പോ 2-3 ദിവസം പിടിക്കാം അവര് എത്താനായിട്ട്, നാട്ടിലേക്ക് എത്താനായിട്ട്. അപ്പൊ എന്താണ്, ഈ ഡെഡ് ബോഡീസ് കൊണ്ടുപോയി സൂക്ഷിക്കുന്നത് പ്രൈവറ്റ് മോർച്ചറിയിലാണ്. അതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നമുക്ക് നോക്കാം. A private mortuary is a private structure. Private mortuary എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. To receive remains waiting for burial and cremation. എന്താ പറയുന്നത്, അടക്കം ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ എന്താണ് ശവസംസ്കാരത്തിന് മുൻപോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെഡ് ബോഡീസ് വെയിറ്റ് ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കും? പ്രൈവറ്റ് മോർച്ചറിയിലാണ്. It is mostly used some cases of death at home. പറഞ്ഞില്ലേ, വീട്ടിൽ കിടന്നൊക്കെ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ ഡെഡ് ബോഡീസ് അല്ലെ എവിടെയാണ് സൂക്ഷിക്കുന്നത്? പ്രൈവറ്റ് മോർച്ചറിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. Unlike a hospital mortuary, a private mortuary may not receive the bodies of individuals who died in certain infections ഡിസീസസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് മോർച്ചറിയും ഹോസ്പിറ്റൽ മോർച്ചറിയും വ്യത്യാസമുണ്ട്. രണ്ടും 2 ടൈപ്പ് ആണെന്നാണ് പറയുന്നത്. പ്രൈവറ്റ് മോർച്ചറിയിലാണെങ്കിൽ എന്താണ്, ഇപ്പോ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാണ് ഒരു വ്യക്തി മരിച്ചതെങ്കിൽ ആ ഡെഡ് ബോഡി പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കില്ല, സ്റ്റോർ ചെയ്യാനായിട്ട് അവരെടുക്കില്ല. പ്രൈവറ്റ് മോർച്ചറിയിൽ എന്താണ് പറഞ്ഞത്, ഇൻഫെക്ഷൻ അല്ലെ, ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഒരു വ്യക്തി മരിച്ചതെങ്കിൽ ആ ഡെഡ് ബോഡീസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കില്ല. പിന്നെ എന്താണ്, ഹോസ്പിറ്റൽ മോർച്ചറിയിലാണെങ്കിൽ എന്താണ്, എല്ലാ ഡെഡ് ബോഡീസും അവര് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇവ തമ്മിലുള്ള ഹോസ്പിറ്റൽ മോർച്ചറിയും പ്രൈവറ്റ് മോർച്ചറിയും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞത്, പ്രൈവറ്റ് മോർച്ചറിയിലാണെങ്കിൽ ഇൻഫെക്ഷൻ വന്നാണ് ഒരു വ്യക്തി മരിക്കുന്നതെങ്കിൽ ആ ഡെഡ് ബോഡീസ് പ്രൈവറ്റ് മോർച്ചറിയിൽ സ്റ്റോർ ചെയ്യില്ല. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ മോർച്ചറിയിലാണെങ്കിൽ എന്താണ്, എല്ലാ ഡെഡ് ബോഡീസും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഓൾ പ്രൈവറ്റ് മോർച്ചറി ക്യാൻ റൺ ബൈ ഫ്യൂണറൽ ഹോം. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോ ഈ ഫ്യൂണറൽ ഹോംസ് ആണ് പ്രൈവറ്റ് മോർച്ചറിയെ മാനേജ് ചെയ്യുന്നത്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ്. ഇപ്പോ എന്താണ്, ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്യൂണറൽ ഹോംസ് ആണ്. പ്രൈവറ്റ് മോർച്ചറിയിൽ കൊണ്ടുപോയി ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, പുറത്തൊക്കെയാണ് ആൾക്കാരെങ്കിൽ എന്താണ് ദിവസങ്ങൾ പിടിക്കുമല്ലോ അവര് വരാനായിട്ട്. അപ്പൊ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുകയും പിന്നെ അവര് വന്നതിന് ശേഷം അവരുടെ മരണാന്തര ചടങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നത്. മരണാന്തര ചടങ്ങുകൾ അടക്കം ചെയ്യുന്നത്, അതുപോലെ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ചടങ്ങിനൊക്കെ എന്താണ് ഇവര് ചെയ്തു കൊടുക്കും. ആ ചടങ്ങുകൾ എന്താണെന്ന് വെച്ചാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ബിസിനസ് സ്ഥാപനമാണ്, അല്ലെങ്കിൽ ബിസിനസ് ആണ് ഫ്യൂണറൽ ഹോം എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ മരണാന്തരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരു ബിസിനസ് ആണ് ഫ്യൂണറൽ ഹോം. ക്ലിയർ ആയോ? ഈ ഫ്യൂണറൽ ഹോം ആണ് പ്രൈവറ്റ് മോർച്ചറിയെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ
Private mortuaries are part of external service of funeral homes. എന്താണ് ഈ ഫ്യൂണറൽ ഹോംസിന്റെ ഒരു പുറമേയുള്ള എക്സ്റ്റേണൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള സർവീസുകളാണ് എന്താ ചെയ്തു കൊടുക്കുന്നത്. ക്ലിയർ ആയോ? എക്സ്റ്റേണൽ സർവീസ് ആണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. They can under the category either of funeral home or funeral parlor. അപ്പൊ ഫ്യൂണറൽ ഹോമിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഫ്യൂണറൽ ഹോംസിന്റെ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നത് ആണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഫ്യൂണറൽ ഹോമിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഫ്യൂണറൽ ഹോംസ് ആണ് ഈ പ്രൈവറ്റ് മോർച്ചറിയെ മാനേജ് ചെയ്യുന്നത്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു ബിസിനസ് ആണ്. ബോഡീസ്, ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള മരണാന്തര ചടങ്ങുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ബിസിനസ് ആണ് ഫ്യൂണറൽ ഹോം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പ്രൈവറ്റ് മോർച്ചറി. ഇപ്പൊ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ഹോമിൽ അല്ലെ വീട്ടിലൊക്കെ കിടന്ന് മരിച്ച ആളുകളെ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ പുറത്താണെങ്കിൽ അവര് വരുന്നത് വരെ ആ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? പ്രൈവറ്റ് മോർച്ചറിയും ഹോസ്പിറ്റൽ മോർച്ചറിയും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട് അല്ലെ? എന്താണ്, ഇൻഫെക്ഷൻ ആയിട്ടാണ് ഒരു വ്യക്തി മരിച്ചതെങ്കിൽ ആ ഡെഡ് ബോഡി എവിടെ സൂക്ഷിച്ചു വെക്കില്ല? പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കുകയില്ല. ഹോസ്പിറ്റൽ മോർച്ചറിയിലാണെങ്കിൽ എന്താണ്, എല്ലാ ഡെഡ് ബോഡീസും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഫ്യൂണറൽ ഹോംസ് ആണ് ഈ പ്രൈവറ്റ് മോർച്ചറിയെ മാനേജ് ചെയ്യുന്നത്. ഫ്യൂണറൽ ഹോംസിന്റെ അണ്ടറിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് ബോഡീസ് അല്ലെ, ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള മരണാന്തര ചടങ്ങുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ഫ്യൂണറൽ ഹോംസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫ്യൂണറൽ പാർലർ. ഓക്കെ ആണോ? ഓക്കെ, വായിച്ചു നോക്കട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആയോ? 3 മോർച്ചറിയും ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അടുത്ത പോർഷനിലോട്ട് പോട്ടെ മിസ്. ഓക്കെ ആണ്. ഈ നെക്സ്റ്റ് പോർഷൻ ആണ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. 5 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദ മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റ് പ്രീസിയസ്ലി. എന്താ പറയുന്നത്? ഓക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അല്ലെ മോർച്ചറിയിൽ വന്നിട്ടുള്ള ഡെഡ് ബോഡീസ് എത്ര എണ്ണം ഉണ്ട്, അതുപോലെ എന്താണ്, ഏതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രജിസ്റ്റർ ആണ് ഓക്യുപ്പൻസി രജിസ്റ്റർ. ഓക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് ബോഡീസ് അല്ലെ, ഡെഡ് ബോഡീസ് എത്ര എണ്ണമാണ് വന്നിട്ടുള്ളത്, അതുപോലെ എന്താണ്, ഏതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രജിസ്റ്റർ ആണ് ഓക്യുപ്പൻസി രജിസ്റ്റർ. അതെന്ത് ചെയ്യണം? അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഡെഡ് ബോഡീസ് വന്നിട്ടുണ്ട്, എത്ര എണ്ണം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രജിസ്റ്റർ ആണ് ഓക്യുപ്പൻസി രജിസ്റ്റർ. ഈ ഓക്യുപ്പൻസി രജിസ്റ്റർ എന്താണ്? അപ് ടു ഡേറ്റ് ആയിട്ട് അല്ലെ, അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The necessary temperature of the mortuary is observed and sustained. എന്താണ് സസ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാല്?
സസ്റ്റെയിൻഡ് സസ്റ്റെയിൻഡ് എന്താണ് മീൻ ചെയ്യുന്നത്? നിലനിർത്തുക. വെരി ഗുഡ്, നിലനിർത്തുക. അപ്പൊ എന്താ പറയുന്നത്? ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെ ടെമ്പറേച്ചർ ആണുള്ളത്? ഏതൊക്കെ ടെമ്പറേച്ചർ ആണുള്ളത്? ടെമ്പറേച്ചർ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടെമ്പറേച്ചർ പോസിറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്ത് അല്ലെ. എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചറിന് എന്താണ് എത്ര നമ്പേഴ്സ് വെച്ചിട്ടാണ്? 2 to 4 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അങ്ങനെ എന്താണ് സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ നെഗറ്റീവ് ടെമ്പറേച്ചറിന് എന്തുണ്ട്? നമ്പേഴ്സ് ഉണ്ട് അല്ലെ. ആ നമ്പർ കറക്റ്റ് രീതിയിലാണോ സെറ്റ് ചെയ്ത് അത് സെറ്റ് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. അതുപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് വെക്കുക, നിലനിർത്തുക. ഓക്കെ ആണോ? അപ്പൊ സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ഡെഡ് ബോഡീസ് എന്താണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ, കീപ്പ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിൽ അല്ലെ നെഗറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്, പോസിറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്. ആ ടെമ്പറേച്ചറിന്റെ എന്താണ് കറക്റ്റ് രീതിയിലാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുകയും വേണം. അതുപോലെ സസ്റ്റെയിൻ ചെയ്ത് വെക്കുകയും വേണം, നിലനിർത്തുകയും വേണം. ഓക്കെ, ക്ലിയർ ആയോ സെക്കൻഡ് പോയിന്റ്? ഇനി എന്താ പറയുന്നത്? തേർഡ് പോയിന്റ് എന്താണ്? ക്ലീൻലിനെസ് ആൻഡ് ടിഡിനെസ് ഓഫ് ദ മോർച്ചറി ഈസ് സസ്റ്റെയിൻഡ്. എന്താണ് ടിഡിനെസ് എന്ന് പറഞ്ഞാല്? ടിഡിനെസ് അടക്കും ചിട്ടയും അല്ലെ, അടക്കും ചിട്ടയുമായിട്ട് എന്നിട്ട് പറയില്ലേ നമ്മള്. അപ്പൊ അതെന്താണ്? മോർച്ചറി നല്ല ക്ലീൻ ആയിട്ടും അതുപോലെ അടക്കും ചിട്ടയോടും കൂടെ എന്ത് ചെയ്യണം? നിലനിർത്തിക്കൊണ്ടു പോണം. ടിഡിനെസ് എന്ന് പറഞ്ഞാല് അടക്കും ചിട്ടയുമായിട്ട്. അപ്പോ മോർച്ചറി നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടും അതുപോലെ അടക്കും ചിട്ടയുമായിട്ട് വേണം നിലനിർത്തിക്കൊണ്ടു പോകാൻ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സെക്യൂരിറ്റി ഓഫ് മോർച്ചറി ഈസ് ഒബ്സർവ് ആൻഡ് സസ്റ്റെയിൻഡ്. എന്തിനാണ് മോർച്ചറിക്ക് സെക്യൂരിറ്റി വേണമെന്ന് പറയുന്നത്? എന്തിനാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സെക്യൂരിറ്റി ഓഫ് മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ് എന്ന്. നിരീക്ഷിക്കാൻ. എന്ത് നിരീക്ഷിക്കാനായിട്ട്? കള്ളം. ഓക്കെ, നോ, ടെമ്പറേച്ചർ അല്ല. പറയാം. എന്താണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്നത്? നോർമൽ ആയിട്ടല്ലേ, ചിലപ്പോ നോർമൽ ആയിട്ട് മരിച്ച പേഷ്യൻസിനെ ആവാം, അല്ലെങ്കിൽ എന്താണ് മെഡിക്കോ ലീഗൽ കേസസുകൾ വരാം അല്ലെ. മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വരും. ആക്സിഡന്റ്, മർഡർ അല്ലെങ്കിൽ എന്താണ് റേപ്പ് ഒക്കെ ചെയ്തിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസസുകളാണ് മെഡിക്കോ ലീഗൽ കേസസുകൾ. അപ്പോ ഇങ്ങനെ ഈ മെഡിക്കോ ലീഗൽ കേസസുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എന്താണ് തെളിവുകൾ കിട്ടും അല്ലെ. ഓരോ തെളിവുകൾ വെച്ചിട്ടാണ് ഇവര് ആരാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഓരോ തെളിവുകൾ ഉണ്ടാവും അല്ലെ. ഈ തെളിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾക്കാരും വന്ന് നശിപ്പിക്കാനായിട്ട് നോക്കും. അതിനു വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? മോർച്ചറിയില് സെക്യൂരിറ്റി അല്ലെ, മോർച്ചറിയുടെ സേഫ്റ്റി നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുകയും അതുപോലെ എന്താണ് നിലനിർത്തുകയും വേണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ആ പോയിന്റ് അവിടെ മെഡിക്കോ ലീഗൽ കേസസ് ഒന്ന് എഴുതി വെക്കാം. പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യും ആ പോയിന്റ് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പൊ സെക്യൂരിറ്റി വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മെഡിക്കോ ലീഗൽ കേസസിന്റെ തെളിവുകളൊക്കെ ഉണ്ടാവും. ആ തെളിവുകൾ നശിപ്പിക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കാം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് സെക്യൂരിറ്റി, സേഫ്റ്റി അല്ലെ. മോർച്ചറിയുടെ സേഫ്റ്റി എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യുകയും സസ്റ്റെയിൻ ചെയ്യുകയും വേണമെന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ഫോർ സ്ട്രിക്ട്ലി സസ്റ്റെയിൻഡ് at all times. എന്താ പറയുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് എന്താണ്? സ്റ്റാൻഡേർഡ്സ് നടപടിക്രമങ്ങൾ. അജൻഡാസ് എന്താണ്? അജൻഡാസ് പ്രൊസീജിയേഴ്സ് കേട്ടോ. അപ്പൊ നടപടിക്രമങ്ങളായാലും പ്രൊസീജിയേഴ്സ് ആയാലും സ്ട്രിക്റ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ടു പോകണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റൂൾസ്. ഓക്കെയാണ്, പ്രോട്ടോകോൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റിൽ വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒക്യുപ്പൻസി രജിസ്റ്റർ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം.
പിന്നെ എന്താ പറയുന്നത്, ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ടാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാം. അതുപോലെ എന്താണ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ എന്താ പറയുന്നത്, മോർച്ചറി ക്ലീൻ ആക്കണം അല്ലെ, ക്ലീൻ ആക്കുകയും അതുപോലെ അടക്കും ചിട്ടയും ആയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. സെക്യൂരിറ്റി ഒബ്സർവ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് നടപടിക്രമങ്ങൾ അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സും അജണ്ടാസും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. ഓക്കെയാണോ? ഇനി നെക്സ്റ്റ് ആണ് ഓട്ടോപ്സി. എന്താണ് ഓട്ടോപ്സി? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടം അല്ലെ. നമുക്ക് നോക്കാം. ഓട്ടോപ്സി ലിറ്ററലി മീൻസ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്. എന്താ പറയുന്നത്? കോർപ്സ് അല്ല, കോർപ്സ്. എന്താ പറയുന്നത്? സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്. എന്താണ് മീൻ ചെയ്യുന്നത്? എന്താണ്? മൃതശരീരത്തെ കുറിച്ച് പഠിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടത്തിന്റെ മീനിങ് അല്ലെ, പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സിയുടെ മീനിങ് എന്താ പറയുന്നത്? മൃതശരീരത്തെ കുറിച്ച് പഠിക്കുന്നത്. ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ ക്ലിനിക്കൽ ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസ്. അപ്പോ ഓട്ടോപ്സി രണ്ട് വിധത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ക്ലിനിക്കൽ ഉണ്ട്, ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, അതുപോലെ എന്താണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. ക്ലിയർ ആയോ? ഓട്ടോപ്സി രണ്ട് വിധത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ക്ലിനിക്കൽ ഓട്ടോപ്സിയും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയും. ഫസ്റ്റ് നോക്കാം നമുക്ക് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ്. ക്ലിനിക്കൽ ഓട്ടോപ്സി loosely termed as a pathological autopsy. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? പാത്തോളജിക്കൽ ഓട്ടോപ്സി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് the disease which has led to the mortality. മോർട്ടാലിറ്റി എന്താണ്? മോർട്ടാലിറ്റി മരണം, മരണം, മരണം ട്ടോ. മോർട്ടാലിറ്റി മീൻസ് മരണം, ഡെത്ത്. ഓക്കെ. വെൻ ആന്റിമോർട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ. ആന്റിമോർട്ടം മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ. എഫേർട്ട് ഹാവ് ഫെയിൽഡ്. അപ്പൊ നമുക്ക് നോക്കാം. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാല് പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്നും പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ് മീൻ ചെയ്യുന്നത്? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. മനസ്സിലായോ? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ. ഡയഗ്നോസിസ് ദ ഡിസീസ് എന്ന് കൊടുത്തേക്കുന്നതാണോ? അപ്പൊ എന്താ പറയുന്നത്? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഇനി എന്താ പറയുന്നത്? ഇനി മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ അല്ലെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തരാം. ഇപ്പോ നോർമൽ ആയിട്ടിരിക്കുന്ന വ്യക്തി, നോർമൽ ആണ്, അയാൾക്ക് അങ്ങനെ അസുഖമൊന്നുമില്ല, പെട്ടെന്ന് എന്ത് ചെയ്തു? കുഴഞ്ഞു വീണ അയാൾ മരിക്കുന്നതിന്. അപ്പോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അയാൾ മരിച്ചത് ഇന്ന രോഗം ഉണ്ടായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പൊ അതാണ് പറയുന്നത്. എന്താണ്? മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ ഫെയിൽഡ് ആയി കഴിഞ്ഞാല് അല്ലെ, നമുക്ക് പറയാൻ പറ്റില്ല അയാൾ ഇന്ന രോഗം കൊണ്ടാണ് മരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെന്താണ്? പിന്നെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? ഈ ക്ലിനിക്കൽ ഓട്ടോപ്സിയിലൂടെ അല്ലെ, ക്ലിനിക്കൽ പോസ്റ്റ്മോർട്ടത്തിലൂടെ എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അയാൾക്കുണ്ടായിരുന്ന, അയാൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ മരിച്ചത്, എന്ത് രോഗം ഉണ്ടായിട്ടാണ് അയാൾ മരിച്ചതെന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്നാണ് ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്.
ഇനി മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ ഫെയിൽഡ് ആയി പോയി കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ മിസ് പറഞ്ഞില്ലേ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്തു, പെട്ടെന്ന് മരിക്കുന്നുണ്ട്, കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇയാള് ഈ രോഗം കൊണ്ടാണ് മരിച്ചതെന്ന് പറയാൻ പറ്റില്ല. അപ്പോ എന്ത് ചെയ്യുന്നത്, ക്ലിനിക്കൽ ഓട്ടോപ്സി വഴി അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം മരിച്ചത് ഇന്ന കാരണം കൊണ്ടാണ്, ആ രോഗത്തെ ഡയഗ്നോസിസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണെന്ന് മനസ്സിലായോ? ഓക്കെയാണ്. ഇനി അതിന്റെ പർപ്പസ് നോക്കാം. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഫസ്റ്റ് വൺ എന്താണ്? To establish the nature of diseases which has led to death when anti-mortem attempt have failed. നമ്മള് ഇതില് അല്ലെ ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്താണ് പറയുന്നത്? മരണത്തിലേക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെ, മരണകാരണം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ ഓട്ടോപ്സി വഴി മരണത്തിലേക്ക് നയിച്ചാൽ ആ രോഗത്തെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പൊ ആ രോഗത്തെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ആ സെന്റൻസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കാം. ടു സ്റ്റഡി പാത്തോളജി ഓഫ് ഡിസീസ് വിച്ച് ഹാസ് ലെഡ് ടു ഡെത്ത് ഈവൻ when the diagnosis has been established prior to death. എന്താ പറയുന്നത്? ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, എന്താണ്, ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ് വന്നു, ഹൃദയാഘാതം വന്നു. അപ്പൊ എന്ത് ചെയ്തു? അയാൾ മരുന്ന് കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിച്ചു, അതിനുശേഷം പിന്നീട് അദ്ദേഹം മരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് ആ രോഗ കാരണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇന്നത് കാരണമാണ്, ഹൃദയാഘാതം ഉണ്ടായിട്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അവിടെ എന്താണ് മരണത്തിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? രോഗം ഇന്നതാണ് എന്നുള്ളത് നിർണ്ണയിക്കാൻ പറ്റുന്നില്ലേ? മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞത് കാർഡിയാക് അറസ്റ്റുമായിട്ട് വന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പോ മരുന്ന് കൊടുത്ത് അദ്ദേഹത്തെ എന്താണ് ട്രീറ്റ്മെന്റിലൂടെ കൊണ്ടുപോവുകയാണ്. പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പൊ എന്താണ് ആ രോഗം നിർണ്ണയിക്കുന്നില്ലേ? കാർഡിയാക് അറസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇപ്പൊ നെഞ്ചുവേദന വന്നത് എന്നുള്ളത് എന്താണ് കാർഡിയാക് അറസ്റ്റ് ആണെന്ന് നമ്മൾ രോഗം നിർണ്ണയിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അദ്ദേഹം ആ രോഗം കാരണമാണ്, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? രണ്ട് പർപ്പസ്, രണ്ട് നമ്പർ, ഒന്ന് മനസ്സിലായോ? രണ്ട് മനസ്സിലായോ? കറക്റ്റ് ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, രണ്ട് പർപ്പസും ക്ലിയർ ആയല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് എന്താ പറഞ്ഞത്? നമുക്ക് എന്താണ് ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്? എന്താണ് എന്താ പറഞ്ഞത്? മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ അല്ലെ ഫെയിൽഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താണ് ക്ലിനിക്കൽ ഓട്ടോപ്സി വഴി അല്ലെ, അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വഴി ആ രോഗത്തിലേക്ക് നയിച്ച എന്താണ് മരണത്തിലേക്ക് നയിച്ച രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ അല്ലെ, പെട്ടെന്ന് നോർമൽ ആയിരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തു? പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് മരിക്കുകയാണ്. അപ്പൊ നമുക്ക് മരണ കാരണം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ എന്താണ് പറഞ്ഞത്? ക്ലിനിക്കൽ ഓട്ടോപ്സി വഴി അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ പോസ്റ്റ്മോർട്ടത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം മരിച്ചത് ഇന്ന രോഗം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന രോഗം ഉണ്ടായിരുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന ഒരാളെ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട് അല്ലെ, ഗുളിക കൊടുത്ത് അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പൊ എന്താണ് മരണം അല്ലെ, മരണം വന്നത് ഇന്ന കാരണത്താലാണ്, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരുന്നു, രോഗം നിർണയിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇന്ന രോഗം കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് രണ്ട് പർപ്പസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി എന്താ പറയുന്നത്? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെ. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി is executed with the aim of providing answers to questions about the identity, causes of death, time of death, situation of death, etc.
is benefiting the law enforcing agencies to settle the crime. എന്താ പറയുന്നത്? ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? മരിച്ച ആളുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ എന്താണ് കോസസ് ഓഫ് ഡെത്ത്, അല്ലെ, മരണകാരണം എന്താണ്, അതുപോലെ എന്താണ് ടൈം ഓഫ് ഡെത്ത്, എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്, പിന്നെന്താ പറയുന്നത് സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മെഡിക്കോ ലീഗൽ കേസിനൊരു തെളിവായിട്ട് മാറും, അല്ലെ. ആ ലീഗൽ അതോറിറ്റിക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ആ വ്യക്തിനെ കണ്ടുപിടിക്കാനായിട്ട്, അല്ലെ, സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഐഡന്റിറ്റി, അതുപോലെ എന്താണ് കോസസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, അല്ലെ. ഈ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വഴി ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ അതിന് കുറെ തെളിവുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കേസുകൾ സെറ്റിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ മെഡിക്കോ ലീഗൽ കേസ്? ഓക്കെ ആണോ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഓക്കെ ആണ്? ഓക്കെ. ഇനി എന്താണ് അതിന്റെ പർപ്പസ് നോക്കാം. പർപ്പസ് ഓഫ് MI എന്നാണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത്. അത് ML എന്നാക്കണം കേട്ടോ. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. മാനർ എന്ന് പറഞ്ഞാല് മരണരീതി. അപ്പോ കോസസും അതുപോലെ മരിക്കുന്ന രീതിയും എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം, കണ്ടുപിടിക്കണം. പിന്നെന്താ പറയുന്നത്? എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി, അല്ലെ. മരിച്ച ആളുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെന്താണ്? ഫൈൻഡ് ഔട്ട് ദ ടൈം, അല്ലെ. എപ്പോഴാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള ടൈം നമ്മൾ കണ്ടുപിടിക്കാം. കളക്ട് ദ ട്രാക്ക് എവിഡൻസ് കളക്ട് ചെയ്യാം. പിന്നെന്താ പറയുന്നത്? റീഓർഗനൈസേഷൻ ഓഫ് ക്രൈം സീൻസ്. എന്താണ് റീഓർഗനൈസേഷൻ? പുനരാവിഷ്കരണം. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇപ്പോ എല്ലാ എവിഡൻസും കളക്ട് ചെയ്തിട്ട് ഇപ്പോ ഡമ്മിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ബിൽഡിംഗിൽ അദ്ദേഹം താഴത്തോട്ട് വീഴുമ്പോൾ ഡമ്മിയൊക്കെ ഇടും. അപ്പൊ എങ്ങനെയാണ് ആ പൊസിഷൻ എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യം. CBI, പോലീസിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഡമ്മികളൊക്കെ വെച്ചിട്ട് തെളിയിക്കുന്നത്, അങ്ങനെയുള്ള എന്താണ് പുനരാവിഷ്കരണം. റീഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പുനരാവിഷ്കരണം. അപ്പോ എന്താണ് ഇങ്ങനെയുള്ള എവിഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസസുകളൊക്കെ തെളിയിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്തൊക്കെയാണ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയുടെ പർപ്പസുകൾ ഏതൊക്കെയാണ്? മരണരീതി, അതുപോലെ എന്താണ് കോസസ്, ഇതൊക്കെ എന്താണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ മരിച്ച ആളുടെ ഐഡന്റിറ്റി, അല്ലെ, വ്യക്തിത്വം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എപ്പോഴാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെന്താണ്? ട്രാക്ക് എവിഡൻസ് കളക്ട് ചെയ്യാം. പുനരാവിഷ്കരണം, അല്ലെ, ക്രൈം സീൻസ് അതിന്റെ പുനരാവിഷ്കരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പർപ്പസ് ഓഫ് ML ഓട്ടോപ്സിയിൽ പറയുന്നത്. ഇനി ചെറിയൊരു സെന്റൻസും കൂടി ഉള്ളൂ, ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീരുകയാണ് കേട്ടോ. എന്താണ്? ഈവൻ ദോ ദ പ്രൊസീജിയർ ഓഫ് ബോത്ത് ദ ഓട്ടോപ്സീസ് ആർ സെയിം. അപ്പൊ എന്താണ് പറയുന്നത്? രണ്ട് ഓട്ടോപ്സിയുടെയും, ക്ലിനിക്കൽ ഓട്ടോപ്സി ആയാലും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആയാലും അതിന്റെ പ്രൊസീജിയർ സെയിം ആണ്. പിന്നെന്താ പറയുന്നത്? ദേ ആർ ഡിസിമിലർ ഇൻ സം ആസ്പെക്ട്. ഒരു ഡിഫറൻസ് ഉണ്ട്, എന്താണ് നോക്കാം. Usually, the clinical autopsy is performed by pathologist. Clinical autopsy perform ചെയ്യുന്നത് ആരാണ്? പാത്തോളജിസ്റ്റ് ആണ്. അതുപോലെ എന്താണ്? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ആരായിരിക്കും? ഫോറൻസിക് എക്സ്പെർട്ട് ആണ്. അപ്പൊ അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രൊസീജിയർ രണ്ടിന്റെയും സെയിം തന്നെയാണ്. പിന്നെന്താ പറയുന്നത്? ഓട്ടോപ്സി പെർഫോം ചെയ്യുന്ന ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ആരാണ്? പാത്തോളജിസ്റ്റ് ആണ്. അതുപോലെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ആരാണ്? ഫോറൻസിക് എക്സ്പെർട്ട് ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആയോ? എന്താ പറയേണ്ടത്? ലാസ്റ്റ് പോയിന്റ് ആണോ? എന്താണ്? രണ്ട് ഓട്ടോപ്സിയുടെയും പ്രൊസീജിയർ സെയിം ആണ്, പക്ഷെ പെർഫോം ചെയ്യുന്ന ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ആരാണ്? പാത്തോളജിസ്റ്റ് ആണ്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത്
ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടിയിൽ വരച്ചു വെച്ചാൽ മതി. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോംഡ് ബൈ പാത്തോളജിസ്റ്റ്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പെർഫോംഡ് ബൈ ആരാണ്? ഫോറൻസിക് എക്സ്പേർട്ട്. വെയിറ്റിംഗ് മോർച്ചറി ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഒരാൾ ഇപ്പൊ മരിച്ചു, കുറച്ച് നേരമായിട്ടുള്ള അയാൾ മരിച്ചിട്ട്, അപ്പൊ എന്താണ് അയാൾ ഒന്നും കൂടി എന്താണ് മരിച്ചിട്ട് അയാള് ശരിക്കും മരിച്ചോ ഇല്ലയോ എന്ന് നമ്മളൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഡെഡ് ബോഡീസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ വെയിറ്റിംഗ് മോർച്ചറിയില് ഇപ്പോ എന്താണ് മോഡേൺ പീരീഡിലൊക്കെ മോഡേൺ ടെക്നിക്സ് ഒക്കെ വന്നിട്ടുണ്ട്, ആളുകൾ മരിച്ചോ ഇല്ലയോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? ആളുകൾക്ക് ഭയങ്കര ഭയമായിരുന്നു, ജീവനോട് കൂടി കുഴിച്ചുകൂടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരാളെ അവിടെ എന്ത് ചെയ്യും, ആ ബോഡീസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഒരാളെ നിയമിച്ചിരിക്കും. അയാളെ പറയുന്ന പേരാണ് അറ്റൻഡൻസ്. കണ്ടോ, കൊടുത്തിരിക്കുന്നത് കണ്ടോ, അറ്റൻഡൻസ് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊണ്ടുവരുന്ന ഡെഡ് ബോഡീസിൽ ജീവന്റെ തുടിപ്പുണ്ടോ, അല്ലെങ്കിൽ കൈകളോ കാലുകളോ അല്ലെങ്കിൽ കണ്ണൊക്കെ തുറക്കുന്നുണ്ടോ എന്നൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് അയാൾ അവിടെ ഉണ്ടാവും, ഒബ്സർവ് ചെയ്യും. പിന്നെങ്ങനെയാണ് ഈ മൃതശരീരം, കോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃതശരീരമാണ്. ഈ മൃതശരീരം കുറച്ചു നേരം നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ക്ഷയിക്കാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ എന്താണ്, ചെറിയ ചെറിയ സ്മെല്ലുകൾ ഇതൊക്കെ അനുഭവപ്പെടും. അപ്പൊ നമുക്ക് മനസ്സിലാകും അയാള് ശരിക്കും മരിച്ചു കഴിഞ്ഞു എന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെയിറ്റിംഗ് മോർച്ചറിയിൽ പറയുന്നത്. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാല് മരിച്ചു കഴിഞ്ഞ ആള് ശരിക്കും മരിച്ചോ അല്ലെങ്കിൽ ജീവനുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന അവിടെ ബോഡി സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയുള്ള മോർച്ചറിയാണ് വെയിറ്റിംഗ് മോർച്ചറി. ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. താങ്ക് യു.